തങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് CPM നേതാവ് EP ജയരാജൻ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് കേരളത്തിന്റെ തകർച്ചയായിരിക്കുമെന്നും ലോകത്തിന്റെ ഇന്നത്തെ നാശത്തിന് കാരണം ഇടതുപക്ഷം ദുർബലപ്പെടുന്നതാണെന്നും ജയരാജൻ ഓർമ്മപ്പെടുത്തി. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. അപ്രതീക്ഷിതമായ പരാജയമാണ് LDFിനുണ്ടായത്. കേരളത്തിൽ ഞങ്ങൾക്കെതിരായി ഇത്തരമൊരു വിധി ഉണ്ടാക്കുമെന്ന് കണക്കാക്കിയില്ല. കേരളത്തിന്റെ എല്ലാ രംഗങ്ങളിലും പുരോഗതിയും അത്ഭുതകരമായ വളർച്ചയും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമാന്യഗതിയിൽ അനുകൂല വിധിയാണ് പ്രതീക്ഷിച്ചത്. ഫലം വന്നപ്പോൾ അപ്രതീക്ഷിതമായി പോയി. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് കേരളത്തിന്റെ തകർച്ചയായിരിക്കും. ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നം ഇടതുപക്ഷത്തിന്റെ തകർച്ചയാണ്. വലതുപക്ഷ തീവ്രവാദിയാണ് ട്രംപ്. ആ വലതുപക്ഷ മുൻകൈയാണ് ലോകത്തിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ ജനങ്ങൾക്ക് വലിയ ദുഃഖം വരുത്തിവെക്കും. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുമെന്നും ജയരാജൻ പറഞ്ഞു. സർക്കാരിനെതിരെ എന്തിന്റെ പേരിലാണ് വിരുദ്ധ വികാരം? ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വലതുപക്ഷം ശക്തരാണ്. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമാണ് അവരുടെ രംഗം. വലതുപക്ഷ ശക്തികളുടെ കൈവശമാണ് മാധ്യമ ശൃംഖല മുഴുവനെന്നും ജയരാജൻ പറഞ്ഞു. ഫ്യൂഡൽ ഭരണകാലത്തെ മാറ്റിമറിച്ച് നാടിന്റെ ജനാധിപത്യവും പൗരാവകാശവും നേടിയെടുക്കാൻ ഇടതുപക്ഷം ത്യാഗോജ്വല പ്രവർത്തനമാണ് നടത്തിയത്. അതിലൂടെയാണ് കേരളം പുരോഗതി നേടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF 102 സീറ്റ് നേടിയിട്ട് ഇന്നൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. 102 പേരിൽ ഒരാളെ മുഖ്യമന്ത്രിയായി കണ്ടെത്താൻ അവർക്കാകുന്നില്ല. എവിടെ എത്തിയിരിക്കുകയാണ് UDFും കോൺഗ്രസും? അത്യന്തം തകർച്ചയിലാണ്. ഈ തകർച്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വലതുപക്ഷ ശക്തികൾക്ക് കരുത്തുണ്ടാക്കും. BJP 3 സീറ്റ് നേടിയത് ദുഃഖത്തിന്റെ ആരംഭമാണ്. അതിന്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ UDF ശ്രമിച്ചില്ലെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. തികച്ചും അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും അതാണ്. കാരണം കേരളത്തിൽ ഞങ്ങൾക്കെതിരായി ഇത്തരമൊരു വിധി ഉണ്ടാകും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കാരണം ഈ 1957 ഒന്നാം ഗവൺമെന്റ് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു വലിയ മാറ്റം, വലിയ പുരോഗതി, അത്ഭുതാവഹമായ വളർച്ച നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതിൽ കഴിഞ്ഞ 10 വർഷം വളരെയധികം വളർച്ചയുണ്ടായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ സർവതോന്മുഖമായ മേഖലയിൽ ഒരു വൻ പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ആ ഗവൺമെന്റ് വീണ്ടും ജനങ്ങളോട് അഭ്യർത്ഥിച്ചാൽ, തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചാൽ സാമാന്യഗതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായ